ഹലോ, അപ്പോൾ എൻ്റെ ഹെയർ എന്ന് പറയുന്നത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ അല്ല, എന്നാൽ കേളിയായിട്ടുമല്ല, അതിൻ്റെ ഇടയിലുള്ളൊരു തരത്തിലുള്ള ഹെയറാണ് എൻ്റെത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഫ്രിസിനെസ് ആയിരിക്കും എപ്പോഴും. കുറച്ച് ഭയങ്കര ജടയൊക്കെ ഉള്ള തരത്തിലുള്ള ഹെയറാണ്. അപ്പോൾ ഇത് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തുമാത്രം വ്യത്യാസം വന്നിട്ടുണ്ടെന്ന്. ഒരു നല്ല കട്ടി വയ്ക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഫ്രിസിനെസ് മാറി ഹെയർ നല്ല സ്മൂത്ത് ആക്കി വെക്കാൻ ഇത് സഹായിക്കും. ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്ര7. ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിലെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റാണ് നമ്മളിന്ന് നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് ഒരുപാട് പേര് കേൾക്കുന്ന ഒരു സംഭവമാണല്ലേ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ്. അത് എന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്, അതിനെപ്പറ്റിയൊന്നും ഒരു വ്യക്തമായിട്ടൊരു ധാരണയില്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. എന്തിനാണ് നമ്മൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഹെയറിന് അത് തേച്ച് കഴിഞ്ഞാൽ എന്താണ് ഉപയോഗമുള്ളത്, അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഏതൊക്കെ ടൈപ്പ് ഹെയറിലാണ് ഇതൊക്കെ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ചേർത്തൊരു വീഡിയോ ആണ്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനിന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, എൻ്റെ പേര് സാന്ദ്ര, ഞാനൊരു ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ, അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയാണ്. എന്താണ് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ്? ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഈ തംബ്നെയിൽ കണ്ടിട്ട് വരുന്ന ഒരുപാട് പേർക്ക് ഡൗട്ട് കാണും, എന്താണ് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ്. കെരാറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിലുണ്ടാകുന്ന ഒരു പ്രോട്ടീൻ്റെ പേരാണ് കെരാറ്റിൻ. നമ്മുടെ ഹെയറിലെ 91% ഹെയറിൽ കെരാറ്റിൻ ഉൾപ്പെടുന്നതാണ്. കെരാറ്റിൻ ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഹെയർ ഗ്രോത്ത് ആയിട്ട് വളരാനും അതേപോലെ തന്നെ നല്ല സ്മൂത്തി ആയിട്ട് വയ്ക്കാനും സഹായിക്കുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ പ്രകൃതിദത്തമായിട്ടുള്ളൊരു പ്രോട്ടീനാണ്. നമ്മുടെ ഹെയറിൽ നമ്മൾ ഒരുപാട് കാലങ്ങൾ യൂസ് ചെയ്ത് നമ്മൾ ഒരുപാട് ഷാമ്പൂസ് കെമിക്കലും ഒക്കെ ഉപയോഗിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഹെയറിൽ കെരാറ്റിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സലൂണിൽ പോയിട്ട് അത് കൃത്രിമമായിട്ട് നമ്മുടെ ഹെയറിലേക്ക് കൊടുക്കും. ആ ഒരു കെരാറ്റിൻ എന്ന പ്രോട്ടീൻ കൊടുക്കുന്ന അനുസരിച്ച് നമ്മുടെ ഹെയർ വളരാൻ സഹായിക്കും. അതാണ് ഈ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രകൃതിദത്തമായിട്ട് നമുക്ക് കിട്ടുന്ന കെരാറ്റിൻ എന്ന് പറയുന്നത് ഒരു കെമിക്കലായിട്ട്, അതായത് കെമിക്കൽ എന്ന് പറയാൻ പറ്റില്ല, അല്ലാതെ നമുക്കൊരു കൃത്രിമമായിട്ട് നമ്മുടെ ഹെയറിലേക്ക് കൊടുക്കാൻ സഹായിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ട് തരത്തിലുള്ള കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ആണോ എന്നുള്ളത്. ഒന്നത് ബ്രസീലിയൻ ബ്ലോ ഔട്ടും, രണ്ടാമത്തെ സ്മൂത്തിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒന്നാമത്തെന്ന് പറയുന്നതാണ് നമ്മുടെ ഹെയർ കുറച്ചും കൂടി സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കാൻ സഹായിക്കുന്നതാണ് ഒന്നാമത്തെന്ന് പറയുന്നത്. നമ്മുടെ ഹെയർ സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഉദ്ദേശം. ഇനി രണ്ടാമത്തെന്ന് പറയുന്നതാണ് നമ്മുടെ ഹെയർ കുറച്ചും കൂടെ സ്മൂത്താക്കി വെക്കാനും അതിന് കുറച്ച് പോഷകങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് അത് ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഹെയർ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതല്ല, ഹെയർ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാനല്ല, നമ്മുടെ ഹെയറിന് കുറച്ചും കൂടെ പോഷകങ്ങളൊക്കെ കൊടുക്കാനായിരുന്നെങ്കിൽ രണ്ടാമത്തെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതാണ് രണ്ട് തരത്തിലുള്ള കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്, അത് നിങ്ങൾ എപ്പോഴും ആലോചിക്കുന്ന ആരാളെ. ഈ കെരാറ്റിൻ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ഗുണങ്ങളുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ കുറച്ചും കൂടി സ്മൂത്ത് ആക്കി വെക്കാൻ സഹായിക്കുന്നു. കെട്ടുപിണഞ്ഞ മുടി അല്ലെങ്കിൽ ഫ്രിസി ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഹെയർ മാറ്റി നമ്മുടെ ഹെയർ കുറച്ചും കൂടി സ്മൂത്തായിട്ടും ഫ്രിസിയൊക്കെ മാറ്റി നല്ല ഒരു സ്മൂത്തായിട്ട് വെക്കാനും ഇത് സഹായിക്കുന്നതായിരിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ദോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിലെ കട്ടി കുറയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ദോഷമായിട്ട് എനിക്ക് തോന്നുന്നത്. ഓൾറെഡി സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയറിൽ കെരാറ്റിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഹെയറിൽ ചെയ്ത് തന്നെ ഒരുപാട് നമ്മുടെ ഹെയർ കുറച്ചും കൂടെ തിന്നായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഹെയറിന് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ദോഷം എനിക്ക് തോന്നിയിട്ടുള്ള ഇതാണ്. പിന്നെ ഹെയർ കളർ ചെയ്തവരൊക്കെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹെയർ കളർ പോകാനും ഇത് കാരണമാവുന്നതായിരിക്കും. ഇനി കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ആർക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് പറയുന്നത്. ആർക്കൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും? കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര ഫ്രിസി ആയിട്ട്, അതുപോലെ തന്നെ കെട്ടുപിണഞ്ഞതായിട്ടുള്ള മുടികൾ, അതുപോലെ തന്നെ ചുരുണ്ട മുടികൾ, ഇങ്ങനെയുള്ളവർക്കാണ് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത്. അല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയറിന് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സ്മൂത്തായിട്ടും വളരെ സ്ട്രക്ചറായിട്ടും വളരെ കട്ടിയോടും കൂടി വളർന്നൊരു മുടിക്ക് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല. കൃത്രിമമായിട്ട് നമുക്ക് കെരാറ്റിൻ കൊടുക്കേണ്ട ഒരിക്കലും ആവശ്യം അവിടെ വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി കെരാറ്റിൻ നല്ലപോലെ ഹെയറിലുണ്ട്, പിന്നെ വീണ്ടും നമുക്കത് കൊടുക്കേണ്ട ആവശ്യമില്ല. സ്ട്രെയിറ്റ് ഹെയർ ഓൾറെഡി തിന്നായിട്ടുള്ള ഹെയർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ കെരാറ്റിനും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അതിലും വലിയ തിക്നെസ് കുറഞ്ഞു വരും. അത് മുടി പൊഴിയുന്നതിനുള്ള സാധ്യത വളരെ കൂട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് ഇത്രയാണ് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇത് സലൂണിലൊക്കെ പോയി ചെയ്യുന്ന കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയാണ് ഈ പറഞ്ഞത്. ഇനി ഇതിൻ്റെ റേറ്റൊക്കെ ചോദിക്കുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 8,000 ഒരു 6,000 ഒക്കെ സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കെരാറ്റിൻ. അത് ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ച് ചില സലൂണിലൊക്കെ വ്യത്യാസം വരാറുണ്ട്. ചിലവരത് ഓൾറെഡി ഒരു ഫിക്സഡ് റേറ്റിലൊക്കെ ചെയ്യുന്നവരും ഉണ്ട്. ഇനി
ഇനി നമുക്ക് പറയാനുള്ളത് നാച്ചുറൽ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുള്ള യൂസ് എന്താണെന്ന് ചോദിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. നാച്ചുറൽ എന്ന് പറയുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങൾക്ക് ഒരിക്കലും ഒരു സൈഡ് എഫക്ട്സ് ഇതിൽ നിന്നുണ്ടാവില്ല. അത് ഏത് തരത്തിലുള്ള ഹെയറിന് വേണോ നമുക്ക് ഈ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അത് ഏത് ടൈപ്പ് ഹെയറും, ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണോ, സ്മൂത്ത് ആയിട്ടുള്ള ഹെയർ ആണോ, ഡ്രൈ ആയിട്ടുള്ളതാണോ, അതോ അതിനിപ്പോൾ സ്ട്രെയിറ്റ് ആണോ, അതോ സ്ട്രെയിറ്റ് അല്ലാത്ത ഹെയർ ആണോ, ഏത് തരത്തിലുള്ള ഹെയറിന് നമുക്ക് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് നാച്ചുറൽ ആയിട്ടുള്ളത് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിന്ന് പറയുന്ന കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏത് ഹെയറിന് വേണോ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വളരെയധികം പ്രോട്ടീൻ നൽകുന്ന ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റുമാണ് ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ഹെയറിൽ വേണോ ഇത് യൂസ് ചെയ്യാവുന്നതുമാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ഈ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആർക്കൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു കാര്യം വിട്ടുപോയി. നമ്മുടെ ഹെയറിൽ ബേബി ഹെയർസൊക്കെ വന്നിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന കുറേ പേർക്ക് ഉണ്ടാവില്ലേ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ നമ്മൾ എത്ര കുളിച്ച് നല്ല എണ്ണയൊക്കെ തേച്ച് ഒതുക്കി വെച്ചാലും മുടി ഇങ്ങനെ പൊങ്ങിയിരിക്കും അല്ലേ, കുറേ പേർക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് ഒതുക്കി വെക്കുവാനും നല്ല സ്മൂത്താക്കി വെക്കുവാനും ഒക്കെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്ക് നിങ്ങളൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് തരണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ കെരാറ്റിൻ എന്ന് പറയുന്ന ഒരു ഹെഡിങ് വെച്ച് തംബ്നെയിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും അതിനെപ്പറ്റി അതിനെപ്പറ്റി അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അത് അറിയാത്തവർക്ക് ഒരു ചെറിയൊരു ബേസിക്കായിട്ടൊരു ഐഡിയ കൊടുക്കണമെന്ന് ഉദ്ദേശം മാത്രമാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും പാക്ക് ഉണ്ടാക്കാം, കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പാക്ക് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അലോവേറ ജെല്ലാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് നമ്മുടെ വീട്ടിലുണ്ടാവില്ല അലോവേറ ജെൽ, അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കടയിലുള്ള അലോവേറ ജെല്ല് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നാച്ചുറലായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ആ ഒരു മഞ്ഞ ലിക്വിഡില്ലേ അതൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ മുട്ടയുടെ വെള്ളയാണ് എടുക്കുന്നത്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെയറിന് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ നൽകുന്നത്, അതുപോലെ ഹെയറിനെ സ്മൂത്താക്കി വെക്കുവാനും ഒരു ഗ്ലൈസിങ് കൊടുക്കുവാനും അതേപോലെ നമ്മുടെ ഈ മുടിയിലുള്ള കെട്ട് പോലെ വരാതിരിക്കാനും അങ്ങനെയൊക്കെ വരാൻ സഹായിക്കുന്നതാണിത്. പിന്നെ ഇത് സ്മൂത്തൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ തേങ്ങ ചേർക്കുന്നത്. അതായത് നമ്മുടെ ഒരു ഓയിൽ കൺസിസ്റ്റൻസി അല്ലേ, ഓയിൽ അതിന് പകരം നമ്മളിവിടെ ചേർക്കുന്നുണ്ട്. ഫ്രിസി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളിവിടെ തേങ്ങ ചേർക്കുന്നുള്ളത്. ഇനി നമുക്ക് ചേർക്കുന്ന തൈരാണ്. തൈരിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹെയറിനെ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ചെയ്യാനും അതുപോലെ ഹെയർ നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിനും അതുപോലെ ഹെയറിൻ്റെ റൂട്ടിന് കട്ടിവെക്കുന്നതിനും സഹായിക്കുന്ന ഒരു സംഭവമാണ് തൈരെന്ന് പറയുന്നത്. അത് നമ്മൾ 1 സ്പൂണാണ് ചേർക്കുന്നത്. 1 മുട്ടയുടെ വെള്ളയും അതേപോലെ കറ്റാർ വാഴയും അതേപോലെ തേങ്ങ ഒരു 2 സ്പൂൺ തേങ്ങയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മളിവിടെ അരിയാണ് ഉപയോഗിക്കുന്നത്. അതായത് ചോറ്, നമ്മൾ സാധാ ഏത് ചോറ് വേണോ ഉപയോഗിക്കാം, ഏത് ചോറ് വേണം നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 6 സ്പൂണാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് ആ ഒരു തിക്നെസ് അനുസരിച്ച് വേണം നിങ്ങളുടെ ഇവിടെ ചോറ് ചേർക്കാനായിട്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് എത്രത്തോളം കട്ടി വേണോ അതനുസരിച്ചാണ്. ഇപ്പം ഞാനിവിടെ അടിച്ചെടുത്ത സമയത്ത് എനിക്ക് കുറച്ചും കൂടെ അതായത് വെള്ളമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2 സ്പൂൺ അരിയും കൂടെ കുറച്ച് അരിയല്ല ചോറും കൂടെ ചേർത്തിട്ടാണ് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇതിലിപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്നത് അലോവേറ ജെല്ല് മാത്രമേ ഉള്ളൂ. അലോവേറ ജെല്ല് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അതിന് പകരം നിങ്ങൾക്ക് ഒരു പഴമില്ല, ഏത് പഴം വേണോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പഴവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അലോവേറ ജെല്ല് അലർജി ആയിട്ടുള്ള, അപ്പോൾ ഈ ഒരു തിക്നെസ് വേണം നമുക്കിത് ഇതിൻ്റെ ആവശ്യമുള്ളത്. വേറെ ഒന്നും നിങ്ങൾക്ക് ചേർക്കേണ്ട ആവശ്യമില്ല, ഇത് മാത്രം മതി. ഇത്രയുമാണ് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. അപ്പം നമുക്കിത് ഹെയറിൽ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഓയിലൊന്നും ഇതിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഓൾറെഡി തേങ്ങ ചേർത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ എന്ന് പറയുന്നത് തന്നെ ഒരു ഓയിലിൻ്റെ അംശമുള്ളതാണ് തേങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇനി ഓയിലൊന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇതിന് ഓരോ ഹെയറിൻ്റെ സെക്ഷനായിട്ട് എടുത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് ജട കളഞ്ഞ് നന്നായിട്ട് ചീകി വൃത്തിയാക്കി വെച്ചിരിക്കണം. ഒരു തരത്തിലുള്ള ജടയോ നിങ്ങളുടെ പാടില്ല ഹെയറിൽ. ഓരോ സെക്ഷനായിട്ട് ഇതേപോലെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പിലല്ല, അല്ലാതെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് ലാസ്റ്റാണ് നമ്മൾ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് ഒരു തരത്തിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഇത് നമ്മൾ ചേർത്തിരിക്കുന്നതെല്ലാം നമ്മുടെ ഹെയറിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ അടങ്ങിയ വസ്തുക്കൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇത് ലാസ്റ്റ് ഞാനെടുത്ത് സ്കാൽപ്പിൽ മിച്ചമുള്ളതൊക്കെ നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫ്രിസിനെസ് മാറാനും ഹെയർ തിക്കായിട്ട് വളരാനും ഒക്കെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഞാൻ തിക്നെസ് വരുമെന്ന് പറഞ്ഞത് ഉദ്ദേശിച്ചത് ആദ്യം നമ്മളൊരു വിസിബിളി ചേഞ്ചാണ് വരുന്നത്, അല്ലാതെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് മുടി വളരില്ലല്ലോ. ഇപ്പോൾ വിസിബിളി നമുക്ക് മുൻപത്തേനും അപേക്ഷിച്ച് കുറച്ചും കൂടെ കട്ടി നമുക്ക് തോന്നിക്കും എന്നുള്ളതാണ് ഞാനിവിടെ തിക്നെസ്, ഒരു ദിവസം കൊണ്ട് തിക്നെസ് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ഹലോ. അപ്പോൾ നമ്മൾ ഹെയറിൽ ഇത് ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് എന്ന് വേണ്ട, ഒരു 5 മിനിറ്റ് തന്നെ ധാരാളം. 5 മിനിറ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം കഴുകി കളഞ്ഞാൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷണറോ ഷാമ്പു ഉപയോഗിക്കാം. അത് വീര്യം കുറഞ്ഞ നമ്മുടെ ബേബി ഷാമ്പൂ ഒക്കെ ഇല്ല, അതുപോലെ ബേബി ഷാമ്പൂ അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ തരത്തിലുള്ള എന്തെങ്കിലും ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി. അടിപൊളിയാണ്. അപ്പോൾ ഇത് ഞാൻ ഹെയറിൽ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹെയർ ഡ്രൈ ആയതിന് ശേഷമുള്ള റിസൾട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ മനസ്സിലാവുമല്ലോ എന്തുമാത്രം വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഇതൊക്കെ ഹെയർ വാഷൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് വിത്ത് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് കൂടിയാണ്. അത്രയ്ക്കും ഹെയറിന് നല്ല പോലെ ഗുണമുള്ളതാണ്. ഇതിൽ ചേർത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലും ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെയറിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലെല്ലാം ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ കാര്യത്തിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഹെയറിൽ അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു തരത്തിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഇതിലും എന്തെങ്കിലും അലർജി പരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളവർ അതൊന്ന് നോക്കിയിട്ട് തലയിൽ തേക്കാൻ ശ്രമിക്കുക. എനിക്ക് മാത്രം അലർജി ഉള്ളവർക്ക് മാത്രം അങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലും അലർജി, ഇപ്പോൾ അലോവേറ ചിലപ്പോൾ അലർജി ആയിട്ടുള്ളവരായിരിക്കാം, അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. അപ്പോൾ ആഫ്റ്റർ ഹെയർ വാഷിന് ശേഷമുള്ള വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. എന്തുമാത്രം റിസൾട്ട് ഉണ്ടാക്കി നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. നല്ലതായിട്ട് ഹെയർ സ്മൂത്ത് ആയിട്ടുണ്ട്. അതുപോലെ ആ ഒരു ഫ്രിസിനെസ് മാറി ഭയങ്കരമായിട്ട് ഒരു സ്മൂത്തായിട്ട് വരാൻ ഇത് സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഹെയർ ഫ്രിസി ആയിട്ടുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ കെട്ടുപിണഞ്ഞതൊക്കെ ആണെങ്കിൽ നന്നായിട്ട് മാറ്റാൻ സഹായിക്കുന്നതായിരിക്കും.